തൃശൂർ സ്വരാജ് റൗണ്ടിൽ മരം കടപുഴകി വീണ് 2 കാറുകൾ തകർന്നു എന്ന വാർത്ത വരുന്നു. ഓടിക്കൊണ്ടിരിക്കുന്ന കാറിന് മുകളിലേക്കാണ് മരം വീണത്. ആർക്കും പരിക്കില്ല. തൃശൂർ ബാനർജി ക്ലബിന് മുൻഭാഗത്ത് വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയിലെ മരമാണ് സ്വരാജ് റൗണ്ടിലേക്ക് കടപുഴകി വീണത്. ജെയ്സൺ ചാമുളപ്പിൽ നൽകും കൂടുതൽ വിവരങ്ങൾ. കനത്ത മഴയെ തുടർന്നാണ് തൃശൂർ സ്വരാജ് റൗണ്ടിലെ ബിനി ടൂറിസ്റ്റ് ഹോമിനോട് ചേർന്നുള്ള ഈ പ്രദേശത്തെ തേക്കിങ്കാട് മൈതാനിൽ നിന്നും ഒരു വൻമരം കടപുഴകി വീണത്. ഇപ്പോൾ മരം മുറിച്ചു മാറ്റുന്നതിനുള്ള നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ് ഫയർഫോഴ്സ്. ഇപ്പോൾ 2 കാറുകളാണ് മരത്തിനടിയിൽപ്പെട്ടത്. യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാറ് അപകടത്തിൽപ്പെടുന്നത്. മരം അതിന് മുകളിലേക്ക് വീഴുകയായിരുന്നു. ഏകദേശം 3 യാത്രക്കാരുണ്ടായിരുന്നു. നിങ്ങൾ ഈ കാറിലുണ്ടായിരുന്നല്ലേ? അതെ അതെ. എന്താ സംഭവിച്ചത്? ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമായിരുന്നു, റണ്ണിങ്ങിലായിരുന്നു. മരം ഇങ്ങനെ കടപുഴകി വീണു, വണ്ടിയുമായിട്ട് വീഴായിരുന്നു. വേറൊന്നും സംഭവിച്ചില്ല? ഇല്ല, കുഴപ്പമൊന്നുമില്ല. തലനാരിഴയ്ക്കാണ് കാറിൽ യാത്ര ചെയ്യുന്നവർ രക്ഷപ്പെട്ടത് എന്നാണ് അവർ തന്നെ പറയുന്നത്. വലിയ ദുരന്തം സംഭവിക്കേണ്ടതായിരുന്നു. നമുക്ക് ഈ കാറിൻ്റെ ദൃശ്യങ്ങളിൽ തന്നെ കാണാനാകും. കാറിൻ്റെ പുറംഭാഗം പൂർണ്ണമായും തകർന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ മരം പൂർണ്ണമായും കടപുഴകി വീണിരിക്കുന്നു. മുൻപിൽ മറ്റൊരു കാർ മാറ്റിയിട്ടിട്ടുണ്ട്. മറ്റൊരു കാർ വീണ മറ്റൊരാളെ കൂടി നമുക്ക് കാണാം. എപ്പോഴാണ് സംഭവിച്ചത്? ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് മുമ്പാണ് സംഭവിച്ചത്. അതെ, എങ്ങനെ നിങ്ങളെ വാഹനത്തിന്റെ മുകളിലേക്ക് വീഴുകയായിരുന്നു? അതെ. അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് പറഞ്ഞാൽ പിന്നിലേക്കാണ് വീണത്. അപ്പോൾ ഫാമിലി ഉണ്ട്. അപ്പോൾ അവർ കരഞ്ഞപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിലായത്. കാറിൽ എത്ര പേരുണ്ടായിരുന്നു? 3 പേര്, ഞാനും ഭാര്യയും മകനാണ് ഉണ്ടായിരുന്നത്. മറ്റേ കാറിന് കാര്യമായ കേട് വന്നിട്ടുണ്ടോ? കാറിന് കാര്യമായിട്ടാണ് പറ്റിയിട്ടുണ്ടോ? ആർക്കൊന്നും പരിക്കൊന്നും പറ്റിയില്ല? ഇല്ല, ആർക്കൊന്നും പരിക്കൊന്നും പറ്റിയിട്ടില്ല. ഇപ്പോൾ നമുക്ക് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. ഇപ്പം എന്താണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു മഴ ശക്തമായിരുന്നോ? 2 ദിവസമായിട്ടുള്ള മഴയുടെ ഇതായിരിക്കാം. ആർക്കും കാര്യമായി പരിക്കൊന്നും പറ്റിയില്ല? ഇല്ലില്ല, പരിക്കൊന്നുമില്ല. പിന്നെ വാഹനങ്ങൾ? 2 വാഹനങ്ങൾക്ക് കേടുപാടുകളുണ്ട്. അത് ഒരെണ്ണം കുറച്ച് കൂടുതൽ കേടുപാടുകൾ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഈ സംഭവം ഉണ്ടാവുമ്പോൾ അവിടെ ആളുകൾ ഉണ്ടായിരുന്നു? വണ്ടി നല്ല ബ്ലോക്കുള്ള ടൈമായിരുന്നു. 2 വണ്ടിയുടെ മുകളിലേക്കാണ് വീണത്. ആളുകൾക്കൊന്നും പരിക്കൊന്നുമില്ല. ആൾക്കാരെ ഇതാക്കി വണ്ടി സൈഡിലേക്ക് ഒതുക്കിയിട്ടുണ്ട്. ഇപ്പം മരം മുറിച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. തൃശ്ശൂർ കോർപ്പറേഷൻ മേയർ തന്നെ നമ്മുടെ ശരിയാണ്. ഇപ്പം ഈ മരങ്ങളൊക്കെ വലിയ തോതിൽ ഇപ്പം ഇങ്ങനെ വീഴാൻ ഭാഗത്തിൽ നിൽക്കുകയാണ്. ഇത്തരത്തിൽ അപകടങ്ങൾ ഈ മഴ ശക്തമാകുമ്പോൾ ഇനി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്താണ് അതിലേക്ക് മുൻ നടപടിക്രമങ്ങളിലേക്ക് ഇനി പോകാൻ പോകുന്നത്? കാരണം ഇപ്പം മഴ ശക്തമാണല്ലോ. നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്താണ് മഴ പെയ്ത്. ആ മഴയെ നമുക്കറിയാം, മരങ്ങളൊക്കെ എല്ലാം കൊമ്പും ജില്ലകളൊക്കെ ആയിട്ട് തൂങ്ങി നിൽക്കുന്നൊരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് അടിയന്തരമായിട്ട് ഇപ്പോൾ ഞാൻ യാദർശികമായി സംഭവിച്ചതാണ്. നമുക്കറിയാം, ദേവസ്വത്തിൻ്റെ അംഗീകാരത്തോടു കൂടി അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ദേവസ്വം ചെയർമാനും അതുപോലെ തന്നെ നമ്മൾ മന്ത്രിയുമായി ഇടപെട്ടുകൊണ്ട് അടിയന്തരമായി തൃശ്ശൂർ സ്വരാജ് റൗണ്ടിന് ചുറ്റുമുള്ള ഇതുപോലെ നിൽക്കുന്ന ചില്ലകൾ ഇറക്കാനുള്ള അടിയന്തരമായി ഇടപെടുകയും കോർപ്പറേഷൻ ഒപ്പം നിന്നുകൊണ്ട് ഈ പ്രവൃത്തി പൂർത്തീകരിക്കാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. എന്തായാലും ഇത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അടിയന്തരമായി ഇടപെടും. ഏതായാലും ഇനി വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ കനക്കും, കാലവർഷം അതിശക്തമായി എത്തും. അതുകൊണ്ട് തന്നെ വലിയ മരങ്ങൾ ഇതുപോലെ റോഡരികളിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങളുണ്ട്. അതെല്ലാം മുറിച്ചു മാറ്റുന്ന നടപടിയിലേക്ക് പോകുമെന്നാണ് തൃശ്ശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഉടനടി നടപടികൾ എടുത്തില്ലെങ്കിൽ വലിയ അപകട സാധ്യതയാണ് നാം മുന്നിൽ കാണുന്നത്. റിപ്പോർട്ടർ ജെയ്സൺ, ഇൻ റിപ്പോർട്ടർ, തൃശ്ശൂർ.